ഇവന്മാരുടെ ഈ നടപ്പും മട്ടും കണ്ടിട്ടാണ് യവന്മാരുടെ തന്തയെ വിളിച്ചത്. ഇപ്പൊ തന്നെ കണ്ടപ്പോ എനിക്ക് തന്റെ തന്തയ്ക്ക് വിളിക്കാൻ തോന്നുന്നു. അയ്യോ പപ്പ വരൂലാട്ടാ, പപ്പ ഡെഡാണ്. തന്നെ ഇപ്പൊ ഈ കോളേജിലോട്ട് വിളിപ്പിച്ചെന്തിനെന്നറിയോ? എന്റെ മക്കൾ ടോപ്പർ എന്ന് പറയാനാണ്. ടോപ്പർ അല്ല, പോപ്പർ അടക്കം രണ്ടും പൊട്ടിയത്. എന്റെ പൊന്നു പപ്പ, ഇവരിപ്പോ പഠിപ്പിക്കണമെന്നില്ല, ഭയങ്കര ഉളപ്പാണ്. ആ സാർ ഓട്ടോമാറ്റിക് പഠിപ്പിച്ചിട്ട് കീറിടാനാ, കൊള്ളാല്ല. പിന്നെ തന്റെ ഈ മൂത്ത മോൻ ആ ജിണ്ടാപ്പി എന്താണ്? ആ ഒരു കഴിവില്ലാത്തൊരു ഇറക്കൻ. അത് പറയല്ലേ സാറേ, ഡെയിലി 3 പാക്കറ്റ് തീർച്ചയൊക്കെ ഒറ്റയിരിപ്പിന് വലിച്ചോളിയും മച്ചാൻ. അബ്ദുൽ കലാമിന്റെ അവാർഡ് വാങ്ങിച്ച പോലെയാണല്ലോ താൻ ഇതൊക്കെ പറയുന്നത്. എന്റെ പൊന്നു സാറേ, ഇവന് അർബുദം വരാത്തോണ്ട് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കൊച്ചിയിൽ എവിടെ? വൈപ്പിന്. തനിക്ക് ഇവന് എത്ര പേപ്പർ ഉണ്ടെന്നറിയോ? ഇന്നലെ ഞാൻ 2 പേപ്പർ ജോയിന്റ് അടിക്കാൻ വേണ്ടി കൊടുത്ത്. നീ പുതിയതല്ല വാങ്ങിച്ച? പപ്പ അറിയാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുവോപ്പാ? ആ ഇല്ല, അതങ്ങനെ സംഭവിക്കൂല. എടോ ആ പേപ്പർ അല്ലടോ സപ്ലൈ. സപ്ലൈയാ? എന്റെ പൊന്നു സാറേ, ഇവന്റെ അടുത്ത് ഞാൻ പറഞ്ഞാണ് ഇവിടെ ഞാൻ സപ്ലൈ ചെയ്തോളാന്ന്. ഞാൻ അറിയാണ്ട് ഇവിടെ നീ സപ്ലൈ ചെയ്താ എത്ര കിലോ വേണ്ടി വരും സാറിന്? മച്ചാനെ, ഞാൻ ഇവരുടെ കഞ്ചാവ് ഇവിടുന്ന് ഉത്ഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് വിളിച്ചു വരുത്തിയത് ഇപ്പൊ മനസ്സിലായി. എന്നാ മച്ചാനെ നമുക്ക് മഷ്റൂം എടുക്കാം, അത് ലീഗലാണ്. മച്ചാനെ, ഞാൻ പച്ചിലുണ്ട് ജീവിച്ചോളാം മച്ചാനെ. മച്ചാൻ തെറിച്ച അപ്പൊ എന്റെ പിള്ളേര് വൈബല്ലേ, വൈബേഷ്. അപ്പൊ വൈപ്പിനി വന്ന് സാറിന് ഇനി എന്ത് ചൊറയുണ്ടെങ്കിലും നമ്മ വിളിച്ചാൽ നമ്മ വിളിപ്പുറത്തെത്തും. ആ പരിസരത്തി അല്ല മച്ചാനെ, മച്ചാൻ തെറിച്ചോ. അപ്പൊ പീസ് ഒന്നും തരണ, ഞാൻ പഠിപ്പിച്ചോളാം. പൊക്കോ. ഇതിലുമ്പേ ഒരു കഞ്ചാവ് ഒറ്റിരിപ്പിന് വലിക്കുന്നതായിരുന്നു. ഒരു നാടുണ്ടിങ് പറാശനെ 10,000 രൂപ അതിൽ കൂടെ ഒന്നും ഇല്ലയോ? ആശാനെ നമുക്കേ കുത്തിയും കൂടെ വെച്ചാലോ? അതല്ല ആശാനെ, നമുക്ക് ഈ മരുന്ന് വെച്ച് കുത്തി വെക്കുന്ന പരിപാടി ഇല്ലേ? ആ അത് വാങ്ങിച്ചോ, ഞാൻ അച്ഛൻ്റെ കാശ് വാങ്ങിച്ചു തരാം. ഓക്കെ. ഫുഡ് അടിച്ച് കയറ്റാൻ വേണ്ടി മാത്രം ശരീരത്തിന്റെ വീതി കൂട്ടുന്ന ഒരുത്തൻ. ഇത്ര ഇറച്ചിയാക്കുന്ന എന്തിനു? അറക്കാൻ കൊടുക്കാനാ? എന്തോ വല്ലതും പറഞ്ഞായിരുന്നു. എന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ പോത്തിനെ ഇറക്കുന്നു, അതിന്റെ കാര്യം പറഞ്ഞേ. ഇവിടെ അടുക്കളയിൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള വല്ല ഇരിപ്പുണ്ടോ? ഒരു അണ്ടാവിരിപ്പുണ്ട്, എടുത്തങ്ങ് വിഴുങ്ങ്. ജിമ്മായ സ്വന്തമായിട്ട് ജിമ്മിടാന്നാ വിചാരം. എന്തടാ കാണണോന്ന് പറഞ്ഞു? നീ എന്റെ മൂത്ത മോനെ ഒന്ന് ഉപദേശിക്കണം. എന്തോ പറ്റി? പണിക്ക് പോവാതെ വീട്ടിൽ മേലനങ്ങാതിരുന്നപ്പോ ഒരു കൗതുകത്തിന് ജിമ്മിൽ പൊക്കൂടെന്ന് ചോദിച്ചു. അതിപ്പോ ഏറ്റവും വലിയ ഗുരുവായി. നീ കാര്യം തെളിച്ചു പറ. എടാ, ഈ പഞ്ചായത്തിലെ കോഴികളെല്ലാം മുട്ടയിടുന്നത് ഇപ്പൊ യവന് വേണ്ടിയിട്ടാ. എടാ, മാസം 10-25,000 രൂപ എന്റെ ഇറങ്ങുന്നത്. അത് കടുപ്പം തന്നെ. നീ അവനെ ഒന്ന് ഉപദേശിക്കും. ഈ മേലനങ്ങി അങ്ങോട്ട് പൈസ കൊടുക്കുന്ന പരിപാടി വിട്ടിട്ട് ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടുന്ന പരിപാടിക്ക് പോകാൻ പറ. വാ, ഞാൻ പറയാം. വിശക്കുന്നു. ദോശ. തന്റെ ആർട്ട് വർക്കിന് വേണം മുട്ടയില്ലാതെ മുട്ടക്കറി ഉണ്ടാക്കി വെച്ചേക്കുന്നു. കഴിവ് തന്നെ. നീ ഇവിടെ പട്ടിണിയെ? അവന്റെ തീറ്റ ഉണ്ടാ പിന്നെ കോഴി മുട്ട ഇടൂല്ലോ ഒരിക്കലും. അച്ഛൻ കഴിക്കുന്നില്ലേ? അച്ഛൻ പച്ചവെള്ളം കുടിച്ചോളാം മോനെ. മോൻ എന്ത് ചെയ്യുന്നു? വർക്കൗട്ട് ചെയ്യുന്നു. അല്ലാതെ ഇന്ന് ബൈസൺ അടിച്ചു. ബൈസണായിട്ട് എന്താ പ്രശ്നം? മാമാത ഈ കുഴക്കട്ടുണ്ടോ? ഇതുകൊണ്ട് ബൈസും. എന്റെ പൈസക്ക് ആ പൈസക്ക്. അച്ഛാ, ആ മുട്ടക്കറി ഞാൻ മുട്ടക്കറി എന്ന് വിളിക്കണമെങ്കിൽ നിങ്ങളെ ഞാൻ അമിതാഭ് ബച്ചൻ എന്ന് വിളിക്കണം. അതിനകത്തൊരൊറ്റ മുട്ടയില്ല, അറിയോ? എന്തോ മുട്ട സമ്മേളനോ വിഴുങ്ങുന്നു. അച്ഛൻ എന്തിനും ഒരു സൊസൈറ്റിയിലെ പാല് വേണ്ട, ഭയങ്കര കൊഴുപ്പ്. ഭയങ്കര കഴുപ്പ് തന്നെ. മാമ ഇതൊന്ന് നോക്കിയേ, ഇതിലൂടെ കയറേണ്ട മാംസമാണ് ഈ മാംസം വീണ്ടും ഒറ്റയ്ക്ക് കയറ്റുന്നത്. ഇപ്പൊ നാട്ടുകാരെ കണ്ടി ഇത് മാംസവും ഞാൻ പിണ്ടവും. ഇവനെയും കൂടെ ജിമ്മിൽ വിടു. ഈ കാട്ടുപോത്തിന് തന്നെ മാസം 25,000 രൂപ. ഇനി കടാവിനെയും കൂടെ വിട്ടാൽ ലോൺ എടുക്കേണ്ടി വരും. അച്ഛൻ ട്രെയിനർ പറഞ്ഞ് 10,000 രൂപ കൊടുക്കുവാണെങ്കിൽ ഒരു പ്രോട്ടീൻ പൊടി വരുമെന്ന്. 10,000 രൂപയുടെ പ്രോട്ടീൻ പൊടി എന്നിട്ട് ഇയാൾ ഹൾക്കായിട്ട് അഭിനയിക്കാൻ പോന്നാ? ഒരു ജിമ്മിൽ ആശാ മതി ഒരു കുടുംബത്തിലെ സ്വത്തൊക്കെ നശിപ്പിക്കാൻ. മോനെ, അച്ഛന്റെ മാസ വരുമാനം എന്ന് പറഞ്ഞാൽ 15,000 രൂപ 1000 പിടിച്ചിട്ട്. അപ്പൊ മോന് പ്രോട്ടീൻ വാങ്ങാൻ വേണ്ടി മാത്രം അച്ഛൻ പണിയെടുക്കാന്ന് പറഞ്ഞ അത്രയ്ക്ക് അതമ്പതിച്ചെന്ന് PT കരുണാകരൻ. എനിക്ക് രാത്രി ഒരു 15 മുട്ട കൂടെ വേണ്ടി വരും. ആ കോഴിയുടെ പിന്നാമ്പറയിലൊന്ന് മാനിക്കടാ. നിങ്ങൾക്കൊക്കെ അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ ഒരു പെണ്ണ് കെട്ടിക്ക്. ആ മുട്ടക്കറിയിലെ ഉള്ളിയും പോയി. അപ്പോഴോ കപ്പിളായിട്ട് കയറുവാണെങ്കിൽ ഓഫർ ഉണ്ട്. അച്ഛന് കുറച്ച് പൈസ ലാഭിക്കാൻ ജിമ്മിൽ. 15 മുട്ടയല്ലേ തരാം. അച്ഛൻ ചെറിയ നന്മയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഒരു കുടുംബം വലിഞ്ഞു മുറുകിയ ഒച്ചയാ കേട്ടത്. കുറെ നാളെ പുറത്തുനിന്ന് പെടുത്തിട്ട്
സൂസു, ഇന്ന് ഈ ചോറ് കഴിക്കുമ്പോൾ രണ്ടുപേർക്കുള്ളത് കഴിക്കണം. കാരണം നീ കഴിച്ചാൽ എൻ്റെ പേരെന്ന് അറിയും. കാരണം നമ്മൾ രണ്ടല്ലല്ലോ, ഒന്നല്ലേ. ഇന്നലെ ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ പേടിച്ചു പോയി. ചന്ദ്രനെ കാണുന്നില്ല. പിന്നല്ലേ ഓർത്തത് ചന്ദ്രൻ എൻ്റെ ഇവിടെ ഇരുന്ന് വീഡിയോ കോൾ ചെയ്യാറുണ്ടെന്ന്. ഓ, അപ്പൊ കറുത്തവാവിന് അമാവാസിക്ക് ഇവിടെ ഒരു പ്രസക്തി ഇല്ല. ആ ക്രെഡിറ്റും അവക്ക്. ഇനി ഒരു 10 മിനിറ്റോടെ നീ എൻ്റെ അടുത്ത് സംസാരിച്ചാൽ നീ ഒരു കൊലയാളിയായി മാറും. നിന്റെ ഓരോ നോട്ടവും എന്നെ ഇഞ്ചിഞ്ചായി കൊന്നോണ്ടിരിക്കുകയാണ് സൂസു. എന്നെ അങ്ങ് കൊല്ലെന്നെ അങ്ങ്. നിന്റെ അച്ഛൻ കഴിഞ്ഞ ജന്മത്തിൽ വല്ല ശില്പിയായിരുന്നോ? ഇല്ല ഓർക്കട്ടെ. ഇല്ലെങ്കിൽ ഇത്ര മനോഹരമായ ഒരു ശില്പം പണിഞ്ഞിറക്കും അദ്ദേഹം. നമ്മുടെ തന്തയും പണിഞ്ഞിറക്കി പോയല്ലോ ഒരു ദേഹം. സൂസു, എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരൂ. താങ്ക്സ്. നിന്റെ ഈ സംസാരം പോലും പാട്ടായിട്ടാണ് എൻ്റെ ചെവി കേൾക്കുന്നത്. ലൈക്ക് എ മെലഡി മുട്ടായി. നമുക്കുണ്ടാവുന്ന കൊച്ചിനെ ഇതുപോലിട്ട് വളർത്തണം. ഇതെന്തോന്ന് കടലേ? ശരിയാക്കി തരാടാ. പപ്സ് കഴിച്ചാലും തറ വളർത്താനും പൊടി ഒഴുകുന്നുള്ള അച്ഛാ എംബോക്കി. ഇപ്പൊ അച്ഛനെ എംബോക്കിയും പരന്നാറിയും ഒക്കെ ആയിട്ട് തോന്നും. 3 നേരം ഫുഡ് കഴിക്കാൻ തന്നെ. അതല്ല, അച്ഛന്റെ മോന്റെ വൃത്തിയായിട്ട് രൂപം കാണണോ? അത് പൊക്കി. വർഷങ്ങളായിട്ട് കാണുമല്ലേ, മാറ്റമൊന്നുമില്ല. ഞാനല്ല, നിങ്ങളുടെ ഇളയ മോന് അന്യമത സംസ്ഥാന പെണ്ണുമായിട്ടൊരു ബന്ധം. അന്യമതസ്ഥരെന്നാണ് ഉദ്ദേശിച്ചത്? ആരുമായിട്ടായാലും ബന്ധം. വിളിക്കവനെ. എന്തോ പറയണമെന്ന് അറിഞ്ഞുടച്ച കടുപ്പത്തി ഒരു ചായ പറയട്ടെ. എനിക്ക് അച്ഛൻ്റെ മുഖത്തോക്കി സംസാരിക്കാൻ പറ്റുന്നില്ല. ഇനി സംസാരിക്കേ. അച്ഛൻ ഞങ്ങൾ പ്രേമത്തില്ല. കഴിവറ മോനെ എന്ന് നാട്ടുകാരെ കൊണ്ടുപോകും പറയിക്കില്ലേ അച്ഛ? നീയാണോ പ്രേമിക്കുന്ന? പരകൃഷ്ണ. പാറാകൃഷ്ണ. അച്ഛൻ അവർക്ക് കൊല്ലത്ത് കുറെ അണ്ടിയാപ്പീസ് ഒക്കെ ഉണ്ട്, എന്നെ അങ്ങോട്ട് ഇടാന്ന് പറഞ്ഞു. അണ്ടിയുടെ കൂടെ ചാക്കിലായിരിക്കും. അതിലൊരു അണ്ടിയാപ്പീസ് എനിക്ക് എഴുതി തരാന്ന് പറഞ്ഞു. 1 കിലോ അണ്ടിപ്പരിപ്പ് തരാന്നല്ലായിരിക്കും. അച്ഛ അവർക്ക് മൂന്നാറിൽ കുറെ തേയിലത്തോട്ടോ റിസോർട്ടോ ഒക്കെ ഉണ്ട്. ഉയരം കൂടും തോറും വീഴാനുള്ള സാധ്യത കൂടുവോ? അല്ല, ജീവിതത്തിന്റെ സ്വാദ് കൂടും. ഇതെല്ലാം നിനക്കുള്ള തന്നെ. ഒറ്റ മോളല്ലേ, ഒക്കെ നമുക്ക് തന്നെ. ഐ ആം ഓക്കെ. അച്ഛ മതം മതമൊക്കെ മനുഷ്യനുണ്ടാക്കിയതാ. ഉണ്ടാക്കല്ലേ, എനിക്കിട്ടുണ്ടാക്കല്ലേ. ആരാ തന്ത? താൻ. ഞാനല്ല. ഇത്ര നല്ല ബന്ധം വേറെ എവിടെ കിട്ടൂടാ. എനിക്കുണ്ട് ബന്ധം. എന്തോന്ന് മലബന്ധം? 1 കിലോ അണ്ടിപ്പരിപ്പിലും 1/2 കിലോ തേയിലയിലും താനങ്ങ് വെതപ്പി. നാളെ തന്നെ പോയി ഉറപ്പിക്കാം. ഞാൻ ആരാ അച്ഛ? നീ കേരളവർമ്മ പഴശ്ശിരാജ. ഏച്ചി പോടാ. പഴശ്ശിയുടെ യുദ്ധമുറകളൊക്കെ മൂഞ്ചി. ചേട്ടൻ തേണ്ടി. ജിനു, പ്രേമബന്ധമൊക്കെ ആകുമ്പോൾ ഇതൊക്കെ സംഭവിക്കും. പക്ഷെ ഇങ്ങനൊന്നും സംഭവിക്കൂല. എല്ലാ പ്രേമവും കല്യാണം വരെ എത്തുമെന്നൊരു പ്രതീക്ഷയും വെക്കരുത്. എനിക്കത് മാത്രമേ ഉള്ളായിരുന്നു പ്രതീക്ഷ. എടാ, പ്രണയബന്ധങ്ങളിൽ ഇതുപോലെ നിഷ്പഷ്ടമായ കാര്യങ്ങൾ സംഭവിക്കും. അപ്പോഴാണ് അസ്വാഭാവികത ഉണ്ടാകുന്നത്. അതെല്ലാം തരണം ചെയ്ത് നമ്മൾ പിന്നോക്കം പോകണം. മോട്ടിവേഷൻ ആണോ ഉദ്ദേശിച്ചത്? മൂഞ്ചിട്ടുണ്ട്, മാറിയില്ലേ? അല്ല, ആക്ച്വലി നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു? അവക്ക് നല്ലൊരു കല്യാണാലോചന വന്നു. അപ്പൊ അവള് പറയാൻ നമ്മൾ ഒരേ പ്രായമായത് നടക്കൂലെന്ന്. അല്ലാതെ പ്രേമിച്ച് തുടങ്ങിയപ്പോ അവ കാരണോടായിരുന്നു. അറിയായിരുന്നു. ഇപ്പൊ വന്നവന് പൂത്ത കാശ. അവരാണ് വല്യച്ഛന്റെ പ്രായം. അതിനൊന്നും കുഴപ്പമില്ല. എടാ, പ്രാക്ടിക്കലി ചിന്തിക്കുകയാണെങ്കിൽ നീ ഇവനൊരു പെണ്ണായിട്ട് കാണും. നിങ്ങൾ രണ്ടുപേരും ഇവളെ പ്രേമിക്കുന്നു. നീ ഇവക്ക് ഡെയിലി മസാല ദോശ വാങ്ങിച്ചു കൊടുത്തു, ഇവൻ ഡെയിലി ബർഗർ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ ബർഗറിന്റെ ഒപ്പം പോകത്തുള്ളൂ. ജിനുവേ, ഈ മനുഷ്യ ഉണ്ടായ കാലം മുതലേ ഉള്ളതാ പ്രേമം. നിനക്കിനി ഒരുപാട് കാര്യങ്ങൾ നേടാനില്ലേ? ഇവളെ കണ്ടോ, എൻ്റെ 5 വർഷത്തെ പ്രേമം. ഇവളെ കെട്ടാൻ വേണ്ടി ഞാൻ ഗൾഫിൽ പോയി തിരിച്ച് ഈത്തപ്പഴമായിട്ട് വന്നപ്പോൾ അവള് വേറൊരുത്തൻ്റെ അണ്ടിപ്പരിപ്പായിട്ട് പോയി. ഇതൊക്കെയാടാ ജീവിതം. അത് നീ ആലോചിക്ക്. ഞാനൊന്ന് ആലോചിക്കട്ടെ. പോട്ടറ. ഞാനല്ല. പിന്നെ